കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു കെ സുധാകരൻ. എനിക്ക് എന്റെ വഴിയെന്ന് കെ സുധാകരൻ പറയുന്നു. കെ.സി. വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് നിലപാട് അറിയിച്ചു. ഇനി ഒന്നും ചർച്ച ചെയ്യാനില്ലെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകി. ആൽവിൻ തോമസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആൽവിൻ, എന്തായാലും കെ.എസ്. ഇനി സ്വന്തം വഴിയിൽ നീങ്ങുകയാണ്. ഇനി പുതിയ പാർട്ടി രൂപീകരിക്കുമോ, ബി.ജെ.പിയിലേക്ക് പോകുമോ, സഹകരിക്കുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. അതിന് 12 മണിക്ക് വാർത്താ സമ്മേളനം വരെ കാത്തിരിക്കണം. ഇനി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് കെ സുധാകരൻ പറയുന്നു. തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അതും മുതിർന്ന നേതാവ് കൂടിയായ മുൻ KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രിയായിരുന്ന കെ സുധാകരൻ. ആ കെ സുധാകരനാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ വലിയ വെട്ടിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മുഹൂർത്തത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും മുതിർന്ന നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്നത് കെ.സി. വേണുഗോപാൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന നിലയിലാണ് സംസാരിച്ചത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അത്തരത്തിൽ കെ.സി. വേണുഗോപാലിനോട് പോലും മുഖം തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കെ സുധാകരൻ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോഴും ചെന്നിത്തല അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മുതിർന്ന നേതാക്കൾ പലരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ കെ സുധാകരൻ അതിന് വഴങ്ങുന്നില്ല എന്നുള്ള തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ദേശീയ നേതൃത്വം സ്വീകരിച്ച ആ നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് സംസ്ഥാന നേതൃത്വത്തിനോട് നൽകിയിരുന്നത്. MP-മാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ്. ആ MP-മാർ മത്സരിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ പോലും സുധാകരൻ ഒരു എക്സംഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അത്തരത്തിലൊരു ഒഴിവ് അവിടെ ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ പാർട്ടി നേതൃത്വങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പിടിവാശിയിലായിരുന്നു സുധാകരൻ. തുടക്കം മുതൽ തന്നെ അദ്ദേഹം മത്സരിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുകയും അതിനുവേണ്ട നീക്കങ്ങൾ നടത്തുകയുമാണ് ചെയ്തത്. ഡൽഹിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഉടക്കി മാറുന്ന സാഹചര്യമൊക്കെ കാണുന്നതൊക്കെ ഉണ്ടായി. പക്ഷേ ഈ അവസാന ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിൽ സുധാകരനെ ഒപ്പം നിർത്തി അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെയും ശ്രമിക്കുന്നത്. പക്ഷേ ഒടുവിൽ കെ.സി. വേണുഗോപാലിനാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്ന നിലയിലേക്കാണ് അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ മറുപടി നൽകിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അദ്ദേഹവുമായി നിരന്തരം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ കുറവ് ഈ ഘട്ടത്തിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കെ സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിനെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അത്തരത്തിൽ അവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു സംഭവമാണ്. ആ ശ്രമകരമായ ആ ദൗത്യം ഏറ്റെടുക്കാൻ ഒരു മുതിർന്ന നേതാവിന് കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇന്ന് പുലർച്ചെ വരെ 2:30 വരെ ഈ ചർച്ച നടത്തുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതം ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇത് ഒരു MP കൂടിയാണ് പോകുന്നത്. അത് പാർലമെന്റിൽ നിന്ന് പോകുന്ന ആ അർത്ഥത്തിൽ കൂടി ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചയാകും. അത് ബി.ജെ.പിയിലേക്ക് എങ്ങാനും പോകാനുള്ള ഒരു തീരുമാനമാണ് സുധാകരൻ എടുക്കുന്നത് എങ്കിൽ അത് ദേശീയ തലത്തിൽ തന്നെ മറുപടി പറയേണ്ടി വരും ഈ ഹൈക്കമാൻഡിലുള്ള ആളുകൾക്ക്. നിശ്ചയമായും അത്തരത്തിൽ മറുപടി പറയേണ്ടി വരുമെന്നതിൽ തർക്കമൊന്നുമില്ല. സ്വാഭാവികമായും സുധാകരൻ മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് പോവുകയാണെങ്കിൽ അഥവാ BJP-യുമായി ഏതെങ്കിലും തരത്തിൽ സൗഹൃദം പുലർത്തുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ തോതിൽ മറുപടി പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് എന്ത് മറുപടി പറഞ്ഞതിന് പരിഹാരമുണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ഘട്ടങ്ങളിലൊക്കെയും സുധാകരൻ പിടിവാശിയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം മത്സരിക്കാനില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു മാറി മറ്റെന്തെങ്കിലും ഫോർമുലകൾ സംസാരിക്കുമ്പോൾ അതിനോട് യോജിച്ച രീതിയിൽ അദ്ദേഹം സംസാരിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധാകരൻ എപ്പോഴും മത്സരിക്കണം എന്നുള്ള തനിക്ക് എന്തോ വാക്ക് ലഭിച്ചിരുന്നു. ആ വാക്കാണ് പാലിക്കപ്പെടേണ്ടത്, കോൺഗ്രസ് പാർട്ടി നടത്തേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത്തരം വാക്ക് ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരം ഒരു വാക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവരൊക്കെയും പറയുന്നത്. ഇത് സ്വയമേ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ് എന്ന നിലയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിടിവാശിയിൽ സുധാകരൻ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയും അത്തരത്തിലുള്ള പിടിവാശി തന്നെയാണ് ഉള്ളത്. കാര്യം മല്ലികാർജ്ജുന ഖാർഗെ, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായ മല്ലികാർജ്ജുന ഖാർഗെ ഒരു തീരുമാനം പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. പക്ഷേ ആ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി MP-മാർ മത്സരിക്കണമെന്നുള്ള ചർച്ചകൾ വരുന്നു. കേരളത്തിലെ ചർച്ചകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, വലിയ തോതിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം വീണ്ടും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചേർന്നിട്ട് അവർക്ക് അതിൽ പോലും തീരുമാനമുണ്ടാക്കാൻ കഴിയാതെ ഒടുവിൽ വീണ്ടും പാതിരാ നേരത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതിലൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള നിലയിലേക്ക് ചെല്ലുന്നു. പക്ഷേ അപ്പോഴും അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്ക് അദ്ദേഹം പറയുന്ന നിലപാട് അത് സ്വീകരിക്കാൻ ഒരു MP തയ്യാറാകുന്നില്ല. കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ കൂടുതൽ അനുനയിപ്പിച്ച് നിർത്തുക, ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തെ മറ്റൊരു ചിന്താഗതിയിലേക്ക് പോകുന്നെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മാത്രം നടത്തുക